സാധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുന്ന പരാതികളൊക്കെ ഒരാളെന്നെ ആക്രമിച്ചു അല്ലെങ്കിൽ ഒരാളെന്നെ തെറി പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടണം എന്നുള്ള രീതിയിലാണ്. പക്ഷെ അബൂ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പരാതികൾ മാത്രം വെറൈറ്റി ആയിരിക്കും. അബൂ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പരാതി, യാ റസൂലല്ലാഹ്, ഞാൻ എന്ത് ചെയ്തു, ഒരാളുമായിട്ട് ദേഷ്യം പിടിച്ചു, എന്നിട്ട് ഞാൻ അവനെ മോശമായിട്ടുള്ളൊരു വാക്ക് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിട്ട് എന്ത് ചെയ്യണം അന്ന് പരിഹരിച്ചു. അതായത് പ്രതിയും അബൂ സിദ്ദീഖ് റളിയല്ലാഹു ആയിരിക്കും, പരാതി പറയുന്നതും അബൂ സിദ്ദീഖ് റളിയല്ലാഹു ആയിരിക്കും. മഹാനായ റബീഅത്തു ബിനു കഅബ് ബിനു മാലിക് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട ഖാദിമായിരുന്നു. റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്ത് സ്വർഗ്ഗം വാങ്ങിയിട്ടുള്ള ഒരു മഹാനാണ്, ഒരു സഹാബിയാണ്. എത്രത്തോളം വെച്ചാൽ അവർ പകൽ ഫുള്ള് റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്യും, എന്നിട്ട് രാത്രിയാകുമ്പോൾ റസൂലുള്ളാഹിൻ്റെ കൂടെ വീട് വരെ പോകും. എന്നിട്ട് റസൂലുള്ളാഹി വീട്ടിൽ കയറി വാതിലടച്ചാൽ എന്ത് ചെയ്യും, അവിടെ നിൽക്കും. ഇനി റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്യും, രാത്രി എന്തെങ്കിലും ആവശ്യം വിചാരിച്ചിട്ട് ആ വാതിലിൻ്റെ അടുത്ത് കിടന്നുറങ്ങും. അത്രയും ഖിദ്മത്ത് ചെയ്തിട്ട് അവസാനം റസൂലുള്ളാഹി ഒരിക്കൽ അവരുടെ ആ ഒരു ഖിദ്മത്ത് കണ്ടിട്ട് പറയുന്നുണ്ട്, സൽ, എന്താ എനിക്ക് വേണ്ടി വെച്ച് ചോദിച്ചോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ മാക്സിമം ഏറ്റവും ടോപ്പ് ചോദ്യം, അസ്സലുക്കും മുറാഫഖത ഫിൽ ജന്ന, അതായത് റസൂലുള്ളാഹി നിങ്ങളെ കൂടെ സ്വർഗ്ഗത്തിലാവണം. അതായത് അതിലും കൂടുതൽ ഞാൻ ചോദിക്കാറില്ല, ഏറ്റവും ടോപ്പ്. റസൂലുള്ളാഹി അവസരം കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, അത് മാക്സിമം മുതലാക്കി. അപ്പോൾ റസൂലുള്ളാഹി ഉത്തരം കേട്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഔ ഗൈറ ദാലിക്, അതല്ലാതെ വേറെ എന്തെങ്കിലും ചോദിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഹുവദാക്ക്, അതന്നെ എനിക്ക് വേണ്ടേ. അപ്പോൾ റസൂലുള്ളാഹി അജൽ, ഓക്കെ, എന്ത് ചെയ്യുക, ഫാന്യാല എത്ര, അതായത് ഒന്ന് കൂടുതൽ സുജൂദ് അല്ലെങ്കിൽ കൂടുതൽ സുന്നസ്കാരമൊക്കെ അധികരിപ്പിച്ചിട്ട് നീ എന്നെ സഹായിക്കും വേണം അക്കാര്യത്തിൽ എന്ന് പറയുന്നുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ മദീനയിൽ കുറച്ച് ഭൂമി വന്നു, കാരക്ക മരങ്ങളൊക്കെ ഉള്ള കുറച്ച് ഭൂമിയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, അത് അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഈ റബീഅ റളിയല്ലാഹു അൻഹും കൂടി മുറിച്ചു കൊടുത്തു, രണ്ടുപേർക്കും കൂടി കൊടുത്തു. അപ്പോൾ അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടി എന്ത് ചെയ്യാണ്, ആ ഭൂമിയിലേക്ക് പോവാണ്. അപ്പോൾ ആ ഭൂമിയിലെത്തി അവരവരുടെ സ്ഥലങ്ങളൊക്കെ തീരുമാനിച്ച സമയത്ത് രണ്ടിൻ്റെയും നടുവിൽ അതിരുമൽ എന്തുണ്ട്, ഒരു കാരക്കമരം, ഒരു നഖ്ല, ഈന്തപ്പന, അതിന് പറഞ്ഞാൽ കൺഫ്യൂഷനായി പോകും. ഏതായാലും ഒരു നഖ്ല അതിൻ്റെ നടുവിൽ. അപ്പോൾ രണ്ടുപേരും തമ്മിൽ എന്ത് ചെയ്തു, വാക്ക് തർക്കമായി. അതായത് അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് ഇൻ്റെതാണ്, ഇൻ്റെ ഭൂമിയിലാണ്. റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു അതല്ല, അത് എൻ്റെ ഭൂമിയിലാണ്. ചുരുക്കി പറഞ്ഞാൽ സംസാരം ഓവറായി. അബൂ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു, പെട്ടെന്ന് ദേഷ്യം പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും, അറിയാതെ. ഈ നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംഭവം. ഏതായാലും അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്തു, അബൂ സിദ്ദീഖ് റളിയല്ലാഹു വളരെ മോശമായിട്ടുള്ളൊരു പദപ്രയോഗം റബീഅത്തു ബിനു കഅബ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു വിളിച്ചു എന്നാണ്. അതോടുകൂടി എന്ത് ചെയ്തു, റബീഅ റളിയല്ലാഹു അൻഹു മിണ്ടാതെ നിന്നു. അപ്പോൾ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലായി, ഞാൻ ആ പറഞ്ഞ വാക്ക് അത്രയും വളരെ മോശപ്പെട്ടൊരു വാക്കായി പോയി. ഉടനെ തന്നെ റബീഅ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ ആ പറഞ്ഞ വാക്ക് നിങ്ങൾ എന്നെ തിരിച്ചൊന്ന് വിളിച്ചാണ്, അതായത് പകരത്തിന് പകരം എന്ന് പറയുക. അപ്പോൾ റബീഅ റളിയല്ലാഹു അൻഹു പറയും, ആ വാക്ക് നിങ്ങൾ വിളിക്കാൻ പറ്റിയ വാക്കല്ല, ഞാൻ വിളിക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ പറയുന്നുണ്ട്, ഇന്നെ വിളിക്കുക, അതായത് ഒരു പകരത്തിന് പകരം വിട്ട് ഇവിടെ തന്നെ എത്തി നമുക്ക് അവസാനിപ്പിക്കുക. അപ്പോൾ റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കലും നിങ്ങളെ വിളിക്കാൻ പറ്റിയ വാക്കല്ല, ഞാൻ വിളിക്കൂല എന്ന്. അപ്പോൾ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നാ റസൂലുള്ളാഹിനോട് പരാതി പറയും. അപ്പോഴും എന്ത് ചെയ്തു, റബീഅ റളിയല്ലാഹു അൻഹു ആ വാക്ക് നിങ്ങൾ വിളിക്കൂല എന്നുള്ളവിടെ തന്നെ ഉറച്ചു നിന്നു എന്നാണ്. അങ്ങനെ എന്ത് ചെയ്തു, അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചു, നേരെ എന്ത് ചെയ്യാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാതി പറയാൻ